അതിനു മുമ്പ് കലാപം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് തുണിയും യാതൊരു സാധനവും ഇല്ലാതെ വെറും നഗ്ന സന്യാസിമാർ കയറി ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചത് എന്തുകൊണ്ടാ? അത് അവരോട് ചോദിക്കണം. അത് അവരോട് ചോദിക്കല്ല, താങ്കളാണ് പറയണ്ടേ. താങ്കൾ ഒരു മതത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുപടി പറയാൻ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയാ പോരാ, മനസ്സിലായോ? അതുപോലെ നരേന്ദ്രമോദി ഇവിടെ അടൽ ബിഹാരി വാജ്പേയി അത് വെച്ചാൽ ജനസംഘം വന്ന് BJP-യിലേക്ക് വരുമ്പോൾ ഇവിടെ 2 പേരാണ് BJP-ക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു ഞങ്ങളൊരു അധികാരത്തിൽ വരുന്ന കാലഘട്ടം. അന്ന് ഉള്ള പാർലമെന്റേറിയന്മാര് മുഴുവൻ ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞ അധികാരത്തിൽ എങ്ങനെ ഇവിടെ രാമന്റെ പേര് പറഞ്ഞ് അല്ലെ മഹാഭാരത കഥ പറഞ്ഞ് ഒരു സീരിയൽ ഇവിടെ വന്നു. ആ സീരിയലിന് ശേഷമാണ് ഇവിടെ ബാബരി മസ്ജിദ് പൊളിഞ്ഞത്. വിദ്യാഭ്യാസത്തിൽ മതം കലർത്താൻ പാടില്ല. മതം എന്ന് പറയുന്നത് KM ഷാജി പറഞ്ഞ ഒരു കാര്യത്തെ ഉദ്ധരിക്കാം, മതമാണ് പ്രശ്നം. കാരണം എന്താണ്? നിങ്ങൾക്കും ഇവർക്കും ഇരിക്കുന്ന സർവത്ര വർഗീയവാദികൾക്കും മതമാണ് പ്രശ്നം. മതത്തിന്റെ പേരിലാണ് ഇന്ത്യ കുട്ടിച്ചോറാക്കിയത്. അല്ല, അതിനകത്ത് BR ചോപ്രയെ രാമാനന്ദ സാഗറിനെയൊക്കെ വിചാരണ ചെയ്യേണ്ടി വരും. ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ രാമായണവും മഹാഭാരതവും ഒക്കെ എടുത്തതിന് അദ്ദേഹത്തിന്റെ അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് നടന്നതെന്നും അത് അദ്ദേഹത്തിന് അറിവില്ലാത്തായിരിക്കും. പോയിക്കോട്ടെ. പിന്നെ ചേട്ടാ 2047 മുതൽ 14 വരെ ഭരിച്ചത് കോൺഗ്രസ്സുകാരാണ്. ആരാണ് ഇവിടെ വിദ്യാഭ്യാസത്തിൽ മതം കലർത്തിയത്? അവരോട് ചോദിക്കൂ, കോൺഗ്രസ്സുകാരോട് ചോദിക്കൂ. മൊത്തം കേൾക്കട്ടെ. മൗദൂദിയുടെ ആശയമാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത്. ആ ആശയമുള്ള ഇന്ത്യയിലെ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാ കൊടുത്തത്? PD സതീശൻ, പിണറായി വിജയൻ. കറക്റ്റാണ്. 2 പേരുകളും ഉണ്ട്. ആദ്യം കൊടുത്തത് മുഴുവനും. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. സന്ദീപ് എന്തായാലും ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ മതി. ഒരു ചെറിയൊരു സംശയം. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇത് ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കണമെന്ന്. RSS പറയുന്നു ഇത് ഹിന്ദു മതരാഷ്ട്രമാണെന്ന്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അത് താലിബാനിൽ ഇന്നലെ ഒരു നിയമം വന്നിട്ടുണ്ട്. നിയമവിധേയമാക്കിയിട്ടുണ്ട് താലിബാനിൽ. 6 വയസ്സ് 6ാം ക്ലാസ്സിന് ഒരു മതരാഷ്ട്രമാക്കണമെന്നാണ് 2 പേരും പറയുന്നത്. സുഹൃത്തെ, അല്ല, ഹിന്ദു രാഷ്ട്രമാണ് പറയുന്നത്. ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ് സാർ. നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവരുടെ ഇസ്ലാം മത രാഷ്ട്രം ഭരണകൂടം വരണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ട്. അത് തീർച്ചയായും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. RSS പറയുന്നത് ഇതൊരു മതരാഷ്ട്രം എന്നല്ല, ഹൈന്ദവ സാംസ്കാരികതയിൽ ഹിന്ദു എന്ന് പറഞ്ഞ മതം നല്ല ചേട്ടാ. ഹൈന്ദവ രാഷ്ട്ര സങ്കല്പം നമുക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞ മതമല്ല. മതം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? മതം എന്നുള്ള ഇനി അവിടെ ഈ മോളൊരു കാര്യം നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിൽ സെക്കൻഡ് ഇയർ BBA LLB ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ബബിത മനോജ്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നമ്മൾ നിയമവിദ്യാർത്ഥിയാകുമ്പോൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ തന്നെയുണ്ട് സെക്യുലർ നേഷൻ. പക്ഷേ സെക്യുലറിസം എന്ന് വെച്ചാൽ മതം ആർക്കും ഉണ്ടാവരുത് എന്നല്ല. നമ്മുടെ സ്റ്റേറ്റ് ഇതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. സ്റ്റേറ്റ് സ്പോൺസേഡ് റിലീജിയൻ ഉണ്ടാവില്ലെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ഈ 2026 ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പിന്നോക്കം പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. അടുത്ത കാര്യം, ഇവിടെ ഏതോ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ നേതാവ് പറയുകയുണ്ടായി ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന്. അത് നമ്മൾ ഈ ഭരണഘടനയ്ക്ക് നേരെ വിപരീതമാണ് ആ പറയുന്നത് തന്നെ. നമ്മളൊരു മതേതര രാജ്യമാണെന്ന് നമ്മൾ പറയുകയും ഒരു ഇന്ത്യൻ ആണെന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മതം നമ്മുടെ ഐഡന്റിറ്റി അല്ല ആക്കേണ്ടത്, നമ്മുടെ വിശ്വാസമാണ്. ഈ രാജ്യം പ്രത്യേക ഒരു മതത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഭീതി എഴുത്തുകയല്ലേ ചെയ്ത്. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ആ ഒരു ചിന്തകൾ, അതായത് ഇതുവരെ കേരളത്തിൽ എനിക്ക് അല്ല, അതിനകത്ത് ഹിന്ദു എന്നുള്ള വാക്ക് തെറ്റിദ്ധരിച്ചതുകൊണ്ട് പറയാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കൂ, മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്. നിങ്ങൾ കൃഷ്ണനെ ആരാധിച്ചാൽ നിങ്ങൾ വൈഷ്ണവ മതക്കാരനാണ്. ഹിന്ദു മത ഇത് കേൾക്കൂ. നിങ്ങൾ ശിവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ശൈവ മതക്കാരനാണ്. നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഹിന്ദു എന്ന ബ്രാക്കറ്റിൽ 100 കണക്കിന് മതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകുന്നവരെന്ന അർത്ഥത്തിലല്ല. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരെന്ന അർത്ഥത്തിലല്ല.
ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവൻ ആരോ അവൻ ഹിന്ദുവിനെ പറഞ്ഞുള്ളൂ. ഭാരതീയന്റെ മറ്റൊരു പേര്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ്. അല്ലാതെ അമ്പലത്തിൽ എന്റെ സുഹൃത്തെ ഇത് കേൾക്കുക, മറ്റു പേരെന്തിനാണ് ഭാരതീയർ? മോനെ ഹിന്ദു രാഷ്ട്രം ആക്കണ്ട കുഞ്ഞെ, ഇത് ഹിന്ദു രാഷ്ട്രം ആണല്ലേ? അല്ല അല്ല, അവിടെ മതമില്ല. ഹിന്ദു രാഷ്ട്രമാക്കാൻ അവിടെ ഒരു മതവും ഇല്ല, അവിടെ മതവും ഇല്ല. പറയേണ്ട ആവശ്യം മതവുമായി ബന്ധമില്ല, അതിന് മതവുമായി ബന്ധമില്ല. ഒരു ചോദ്യം. ഇവിടെ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് ഹിന്ദു രാജ്യമാണെന്ന് പറയുന്നത് സന്ദീപിന്റെ അഭിപ്രായമാണ്. ഇന്ത്യ സെക്കുലർ രാഷ്ട്രമല്ല, ഇന്ത്യ സെക്കുലർ കൺട്രിയാണ്. ഞങ്ങളുടെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. സന്ദീപ് മോദിയുടെ അഭിപ്രായം പറയുന്നു. രാജ്യം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒന്നിന്റെ പാർട്ടിയുടെ അല്ല ഇന്ത്യ. അത് പോയി പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.